നല്ല രുചിയേറുന്ന കപ്സയും ചിക്കൻ പൊരിയും ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മല്ലിയും വറ്റൽമുളകും കുറച്ച് നല്ല ജീരകവും കുരുമുളകും പട്ട ഗ്രാമ്പു ഏലക്കായ് അങ്ങനത്തെ എല്ലാം തൊട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം, പിന്നെ ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. ഇതേ ഒരു രീതിയിൽ വേണം കേട്ടോ വരാൻ. നമ്മളിത് ജാറിലോട്ട് ഇട്ടിട്ട് നമ്മൾ പൊടിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കളറിൽ കിട്ടും കേട്ടോ. ഈ സ്മെല്ല് തന്നെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ അടുത്ത ജാറിലേക്ക് തക്കാളി അടിച്ച് വെച്ചിട്ടുണ്ടായി കേട്ടോ. പിന്നെ ചെമ്പട്ടി എടുത്ത് വെല്ലുള്ളി സൺഫ്ലവർ പാകട്ട് വെല്ലുള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടോ. ഇതിലേക്ക് തന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും ഇട്ട് കൊടുക്കുക കേട്ടോ. വെല്ലുള്ളിൻ്റെയും വെളുത്തുള്ളി ഇഞ്ചിൻ്റെയൊക്കെ പച്ചമണം മാറണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് വാടിയെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ കപ്സേൻ്റെ കിറ്റിലെ പൊടി ഒന്നിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കപ്സേൻ്റെ കിറ്റ് കിട്ടുമ്പോൾ പിന്നെ പൊടിയാട്ടോ അതിട്ട് കൊടുക്കുക. പിന്നെ ഉണങ്ങിയ നാരങ്ങ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലപ്പൊടി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇട്ട് കൊടുക്കുക. നല്ലൊരു മണം വരും കേട്ടോ. പിന്നെ നമ്മളിതാ തക്കാളിയാണ് കേട്ടോ. തക്കാളി 3 വലിയ തക്കാളി നോക്കിയിട്ടാട്ടോ നമ്മൾ അടിച്ചെടുത്തത്. അതും പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് നിറം കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് പാകത്തിന് വെള്ളം പാർന്നിട്ട് പിന്നെ ഈ വെള്ളത്തിനനുസരിച്ച് ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചോറിന് അരിയാണ് കേട്ടോ ഇടുന്നത്. ഈ അരി ബസുമതി റൈസിൻ്റെ കപ്സ അരി കേട്ടോ. നമ്മൾ മന്തിൻ്റെ അരിയൊക്കെ ഉണ്ടാവില്ലേ ആ അരിയാണ് കേട്ടോ. അത് കഴുകിയിട്ട് നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ചിക്കൻ പൊരിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ മസാല പൊടിച്ച് വെച്ച് ജാറിലോട്ടോ വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂട്ടിയിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ നല്ല കേക്ക് ചിക്കൻ നമ്മളിതാ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ നമ്മൾ 2 സ്പൂൺ മുളകും പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിന് ഉപ്പ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച പേസ്റ്റും കുറച്ച് വെളിച്ചെണ്ണ നല്ലതായിട്ടൊന്ന് കൊഴിച്ചെടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചോറ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല പാകത്തെ വേവൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കണ പോലെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ചിക്കൻ പൊരിച്ച് നല്ല മുരിഞ്ഞിട്ട് കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളെ ചിക്കൻ പൊരിച്ച എണ്ണ ഇതിലോട്ട് പാരാണ് കേട്ടോ. എന്നാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ചിക്കൻ പൊരിച്ച എണ്ണ കേട്ടോ ലാസ്റ്റിക്ക് നമ്മൾ റൈസിലോട്ട് പാർന്ന് നല്ല മുഞ്ചായിട്ടില്ലേ. ചിക്കൻ ഇതേപോലെ നന്നായിട്ട് മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ജാറെടുത്തു, അതിലൊന്നുമില്ല കേട്ടോ. അപ്പോൾ 3 മുട്ട അങ്ങോട്ട് ഇട്ട് പൊട്ടിച്ചിട്ട് കേട്ടോ. അപ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് കരുതിയിട്ടുണ്ടാവും അല്ലേ. യെസ്, വൈറ്റ് സോസാണ്. അങ്ങനെ ഇതിലേക്ക് ഞാൻ 3-4 വെളുത്തുള്ളിയുടെ ഇല്ലി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 സ്പൂൺ സുറുക്ക പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു പുളിക്ക് വേണ്ടിയിട്ട്. പിന്നെ പാകത്തിന് ഉപ്പ് പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു പിഞ്ച് പഞ്ചസാരയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കോലത്തിലായിട്ടോ. ഇനിയാണ് നമ്മളെ മെയിനായിട്ട് സൺഫ്ലവർ ഓയിൽ. ഇത് ഘട്ടം ഘട്ടമായിട്ട് വേണം കേട്ടോ പാർന്ന് കൊടുക്കാൻ. ഞാൻ ഇപ്പോൾ 2 ഘട്ടം ആയിട്ട് പാർന്ന് കൊടുത്തിട്ടോ. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു തിക്കിൽ വന്നിട്ടോ. പിന്നെ ഇത് കുറച്ചുകൂടി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചുകൂടി ടൈറ്റ് ആവും കേട്ടോ. നല്ല അടിപൊളി വൈറ്റ് സോസാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി മെയിനായിട്ട് നമ്മൾ ചോറ് അതിലേക്ക് ഇട്ടിട്ടോ. കപ്സ റൈസ് പിന്നെ ചിക്കൻ പൊരി. ഈ ചിക്കൻ പൊരിക്ക് വേറെ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചിക്കൻ്റെ കപ്സേൻ്റെ മസാല കൊണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മെയിനായിട്ട് കിട്ടും കേട്ടോ. പിന്നെ വൈറ്റ് സോസും പറഞ്ഞ് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.